എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ഇന്ന് കൃപാസനത്തിന്റെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ കൃപാസന വീഡിയോസ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർ ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കൃപാസനത്തിൽ കൃപാസന ഉടമ്പടി എടുക്കുന്നതുമായിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വെച്ചിട്ടാണ് നമ്മുടെ മെസ്സേജ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രാവല്, ഫുഡ്, പിൽഗ്രിമേജിനെ കുറിച്ചൊക്കെ സംബന്ധിക്കുന്ന കണ്ടന്റുകളാണ് നമ്മൾ മോസ്റ്റ്ലി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. കൃപാസനത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കാൻ പോകേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രൊസീജിയർ എന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ മെസ്സേജ് വന്നിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൃപാസന ഉടമ്പടി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ കൃപാസന ഉടമ്പടിയായിട്ട് എടുക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കൃപാസനത്തിൽ നമ്മൾ ചെന്ന് നമ്മുടെ ഓഫീസിന്റെ ഭാഗങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറേ ഡിക്കൽസ് ഉണ്ടാകും. ഡിക്കൽസിന് എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൃപാസന ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസന ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നിലുള്ള ക്ലാസ്സുകളാണ്. ആക്ച്വലി അതാണ് മെയിനായിട്ട് നടക്കുന്നത്. നമ്മുടെ മെയിൻ ബിൽഡിങ്ങിന്റെ ചാപ്റ്ററിന്റെ തൊട്ട് മുകളിലായിട്ട് വലത് സൈഡിൽ ഒരു 1-2 നിലകളിലായിട്ടാണ് ആ ക്ലാസ്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ്സുകളിലാണ് ഈ കൃപാസന ഉടമ്പടി എന്താണ്, കൃപാസന ഉടമ്പടി ഏതെല്ലാം രീതിയിലാണ് ഫോളോ ചെയ്യേണ്ടത്, അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൃപാസന ഉടമ്പടി എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ മുകളിൽ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ മുകളിലത്തെ ആ നിലകളിലാണ് നമ്മുടെ കൃപാസന ഉടമ്പടി ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പം കൃപാസനത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ തന്നെ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ആളുകൾ വന്ന് കൃപാസന ഉടമ്പടി എടുക്കുന്ന സ്ഥലമാണ് കൃപാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ തിരക്കുകൾ അത്രയും തിരക്കുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് പല ഭാഗത്തുള്ള ആളുകൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് ആ കറക്റ്റ് സമയത്ത് ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഏകദേശം 6 മണിയോടുകൂടി അവിടെ എത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. അപ്പം മാക്സിമം നേരം നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃപാസന ഉടമ്പടി ഒരുക്കമായിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ നമ്മൾ കൃപാസന ഉടമ്പടി ഒരുക്കമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് അവിടുത്തെ ഓരോരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും. അതിനുള്ള ആളുകളെല്ലാം അവിടെയുണ്ട്. അതുപോലെ കുറേ വീഡിയോസ് ഒക്കെ നമ്മളെ കാണിച്ചുകൊണ്ടാണ് ക്ലാസ്. അപ്പോൾ മുകളിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലാസ് നടക്കുന്നത്. നമുക്ക് കുറേ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഷോ ചെയ്തുകൊണ്ട് ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ആ ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നത്. ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി അവിടെ അത് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ടാവും. അപ്പൊ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ക്രിസ്ത്യൻസിന് സെപ്പറേറ്റ് അല്ലെങ്കിൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സെപ്പറേറ്റ്, അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾക്കുള്ള സെപ്പറേറ്റ് ഫോംസ്, ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. നമ്മൾ കുറെ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഫോമുകളിൽ തന്നെ നമ്മൾക്ക് നിയോഗങ്ങൾ എഴുതാനുള്ള സ്പേസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ എഴുതാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഉടമ്പടി രസീത് അല്ലെങ്കിൽ ഉടമ്പടി രസീതിനോട് ഉൾപ്പെട്ട കുറെ പേപ്പർ വർക്ക്സ് നമുക്ക് അവിടെ ചെയ്യാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരുടെ ആളുകളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സുകളോടൊപ്പം തന്നെ നടന്നു പോകുന്ന കുറച്ച് പ്രൊസീജിയറാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓരോ ഈ ഉടമ്പടിയിൽ എങ്ങനെ കാര്യങ്ങൾ പാലിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്തും. അപ്പൊ കൃപാസന ഒരുക്കമായിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മുടെ ഫോമുകളും അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം എഴുതിയ പേപ്പറുകളെല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞ് നമുക്ക് പിന്നെ അത് സബ്മിറ്റ് ചെയ്യണം. ആക്ച്വലി സബ്മിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഈ നമ്മൾ നമ്മളെ ക്ലാസ്സിലെടുത്ത ആ ഭാഗത്തിന്റെ അപ്പുറം ഭാഗത്തായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അവിടുത്തെ പ്രതിനിധികൾ ആരാണോ, അവിടുത്തെ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ആരാണോ, ഒരു 3-4 പേര് അവിടെ ഇരുന്ന് എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ആ ഫില്ല് ചെയ്ത പേപ്പേഴ്സും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്കൊരു രസീതായിട്ട് കിട്ടും. ഒരു സെപ്പറേറ്റ് രസീതായിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾക്ക് ആ ഉടമ്പടി എടുത്തു അല്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതിന്റെ ആ ഒരു റെസിപ്റ്റ് നമ്മൾക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു പച്ച പേപ്പർ, പച്ചയാണോ പിങ്ക് ആണോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. എനിക്ക് തോന്നുന്നു പിങ്ക് ആണെന്ന് തോന്നുന്നു. ആ ഒരു ഉടമ്പടി രസീതല്ല, പച്ചയായിരുന്നു എനിക്ക് കിട്ടിയത്. ഉടമ്പടി രസീതായിട്ട് നമുക്ക് കിട്ടിയത്, ഉടമ്പടി എടുത്തു എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്കുള്ള ഉടമ്പടി രസീത് കിട്ടും. ആ ഉടമ്പടി രസീത് നമ്മൾ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. നമ്മളത് കഴിഞ്ഞ്
അപ്പോൾ കൃപാസനത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഉടമ്പടിയുടെ രസീത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ് കയ്യിൽ, വിച്ച് ഈസ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ഉടമ്പടി രസീത്. അതുകൊണ്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് ബാലൻസ് നമുക്ക് ഉടമ്പടി പുതുക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടി എടുത്തുള്ള തെളിവൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ആ ഒരു രസീത് നമ്മൾ എപ്പോഴും നാട്ടിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഉടമ്പടിയിൽ മേടിക്കേണ്ട കുറേ വസ്തുക്കളുണ്ട്. നമുക്ക് ഉടമ്പടി തിരി, അല്ലെങ്കിൽ ഉടമ്പടി പത്രം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഇതിനോടനുബന്ധിച്ച് മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ രസീതുമായിട്ട് താഴെ ചെന്ന് ആ ക്യൂബിക്കിൾസിൽ നമ്മൾ ഓഫീസിൻ്റെ ആ ഒരു ഒഫീഷ്യൽ ഏരിയയിൽ ചെന്നിട്ട് നമ്മൾ ക്യൂബിക്കിൾസിൽ നിന്ന് സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ച് നമ്മൾ കൈപിടിക്കുക. അതാണ് മെയിനായിട്ടുള്ളൊരു അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സുകൾ നമ്മൾ ഉടമ്പടി എടുത്ത് നമ്മൾ ക്ലാസ്സുകൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നിയോഗങ്ങൾ എഴുതുന്ന 6 നിയോഗങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതിയ പേപ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം അതിനു മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ ഈ ഉടമ്പടിയിൽ എടുത്ത ആളുകളെ ഒരേ കൂട്ടമായിട്ട് തിരിച്ച് നമ്മൾ ഏറ്റവും മുൻപിൽ നമ്മുടെ മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ കൃപാസനത്തിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വലത് സൈഡിലായിട്ട് ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാതാവിന്റെ രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു രൂപക്കൂട്ടില്. അപ്പൊ മാതാവിന് മുന്നിൽ വെച്ച് നമ്മൾ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഉടമ്പടി ഒരുക്കമായിട്ട് നമ്മൾ ആൾത്താരയിലേക്ക് പോകുന്നതോട് അനുബന്ധിച്ചുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഉടമ്പടി പ്രദക്ഷിണം എന്നാണ് നമ്മൾ പറയണം. അപ്പൊ അതിന് മുന്നേ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ഒരു സിസ്റ്റർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും നമ്മളെ അത് ചെയ്യിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അവിടെ നിന്ന് ഒരു 3-4 പേരെ സെലക്ട് ചെയ്യും. നമ്മുടെ മാതാവിന്റെ രൂപവും വഹിച്ചുകൊണ്ടാണ് നമ്മൾ അൾത്താരയുടെ അങ്ങോട്ട് നമ്മൾ പ്രദക്ഷിണമായിട്ട് പോകുന്നത്. അപ്പൊ അതിന് അവർ നമ്മളെ തെരഞ്ഞെടുക്കും. ഇപ്പൊ ഞാൻ എടുത്ത സമയത്ത് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, മാതാവിനെ കൂടെ ചോദിക്കാൻ വേണ്ടിയായിരുന്നു എന്നെ തെരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു 3-4 പേരെ തെരഞ്ഞെടുത്ത് നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് നേരെ അൾത്താരയിലേക്ക് നമ്മൾ പ്രദക്ഷിണമായിട്ട് പോവുകയാണ് അടുത്ത ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഈ ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ കുറച്ച് പേര് കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് നമ്മൾ ഒരു പ്രദക്ഷിണമായിട്ട് സ്റ്റേജിന്റെ അവിടെ നിന്ന് നമ്മൾ മെയിൻ അൾത്താരയുടെ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഒരാൾ കൂടെ ചൂടിക്കും മാതാവിന്, ഒരാൾ ഒരു എന്താ പറയാ ഒരു ചന്ദ്രത്തിരി പോലത്തെ ഒരു തിരി പിടിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരാള് ഈശോയുടെ മാതാവിന്റെ രൂപം പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ആ ഒരു ഗ്രൂപ്പിലുള്ളവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് നമ്മൾ അൾത്താരയുടെ അങ്ങോട്ട് പ്രദക്ഷിണമായിട്ട് നമ്മൾ പോവുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് അൾത്താരയുടെ അങ്ങോട്ട് പോയതിന് ശേഷം നമ്മൾ പിന്നെയും വീണ്ടും കുറച്ച് ചെറിയ ചെറിയ അംഗങ്ങളായിട്ട് നമ്മളെ അൾത്താരയിലേക്ക് കയറ്റി അൾത്താരയുടെ സൈഡിലേക്ക് നമ്മളെ കയറ്റി നമ്മളെ അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിച്ച് നമ്മുടെ കയ്യിലൊരു തിരി തരും. ആ തിരി നമ്മൾ തെളിയിച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ആൾക്കാരുടെ തൊട്ടടുത്തുള്ള ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിലേക്ക് നമ്മൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും വലിയൊരു പ്രൊസീജിയറാണ് നമുക്ക് അതിൻ്റെ അകത്ത് നടക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. അൾത്താരയിലേക്ക് നമ്മൾ കയറുന്നതിനോട് മുന്നോടിയായിട്ട് നമുക്ക് അവിടെ വലത് സൈഡിലായിട്ട് ചെറിയൊരു ചാപ്പലുണ്ട്. ആ ചാപ്പലിന്റെ ഉള്ളിൽ എല്ലാവരും കൂടെ കയറി നിന്നിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും കയറി നിന്നിട്ട് നമ്മൾ എന്താ പറയാ കൃപാസന മാതാവിന്റെ ആ ഒരു പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം കൂടെ കൂടി കൈപിടിച്ച് പിടിച്ച് നമ്മൾ ചെല്ലുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. അത് വേറൊരു ചടങ്ങാണ് ആക്ച്വലി. സോ അതും കൂടെ നമ്മൾ എന്താ പറയാ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അൾത്താരയിലേക്കെല്ലാം പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആ കയ്യിലുള്ള നമുക്ക് ഉടമ്പടി തൈലമുണ്ട്. ആ ഉടമ്പടി തൈലത്തിൽ നിന്ന് കുറച്ച് തൈലം നമ്മളിങ്ങനെ വിളക്കുകളിലേക്ക് ആ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ തിരി കത്തിച്ചേക്കുന്ന ആ പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ എത്തിച്ചിടുന്നുണ്ട് കേട്ടോ. അത് വേറൊരു പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ നെഞ്ചിരി ചുവപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ ആ മേടിക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മുകളിൽ നിന്ന് നമ്മൾ അവിടെ തിരി കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രാർത്ഥന നിയമങ്ങളുള്ളിലിട്ട് തിരി കത്തിച്ചതിന് ശേഷം നമ്മൾ ഇപ്പുറത്തോടെ തിരിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അൾത്താരയിൽ കയറി നമ്മൾ തിരി കത്തിച്ച് എല്ലാം പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം പെട്ടിയിലിട്ട് നമ്മൾ തിരിയും കത്തിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രൊസീജിയർ ഫിനിഷ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം രാവിലെ വന്ന് നമ്മൾ ഉടമ്പടി ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ പേപ്പറുകളെല്ലാം ഫില്ല് ചെയ്ത് ഉടമ്പടി വസ്തുക്കളൊക്കെ നമ്മൾ മേടിച്ച് അൾത്താരയിലേക്ക് വന്ന് അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരി കത്തിച്ച് പുറത്തിറങ്ങുന്നതോട് കൂടി നമ്മുടെ കൃപാസനത്തിലുള്ള നമ്മുടെ കൃപാസന ഉടമ്പടി എടുക്കുന്നതിനുള്ള പ്രൊസീജിയർ നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് പത്രം മേടിക്കേണ്ടവർക്ക് മേടിക്കാം, തിരി മേടിക്കുന്നവർക്ക് തിരി മേടിക്കാം, കാശ് രൂപ മേടിക്കുന്നവർക്ക് മേടിക്കാം. അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ച രീതിയിലാണ് നമ്മൾ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇതാണ് അവിടുത്തെ ഒരു റഫായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അത് ആ കൃപാസന ഉടമ്പടി ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് തൊട്ട് നമ്മൾ കൃപാസന ഉടമ്പടി പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അതിനായിട്ടുള്ള കാര്യം.
അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ആ ഒരു പാക്കേജ് ഉണ്ട്. നമ്മളൊരു കവറിൽ നമുക്ക് നമ്മുടെ പത്രവും സർവ്വസാധനവും ഉടമ്പടിക്ക് വേണ്ട സർവ്വസാധനവും നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകവും തിരിയും ഉപ്പും എണ്ണയും ഒക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ഉടമ്പടി തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ തിരി കാര്യങ്ങളൊക്കെ തീരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വീണ്ടും വന്ന് ധ്യാനവും കൂടി നമ്മൾക്ക് ആ സാധനങ്ങൾ തിരിച്ച് ഉടമ്പടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മേടിച്ചോണ്ട് പോകാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ തരുമായിരിക്കും. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം. കാരണം ഈ തിരി നമുക്ക് ഒരുപാട് നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അത് തിരിച്ച് മേടിക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ അവിടെ നാട്ടിലുള്ള സമയത്താണ് എടുപ്പ്. അപ്പം ഞാൻ മാസത്തിൽ വീണ്ടും പോയി ധ്യാനവും കൂടി ഒരു ദിവസം പോയി വിസിറ്റ് ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ തിരിച്ച് മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത് പത്രത്തിൽ തീരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് കൃപാസന ഉടമ്പടി സംബന്ധമായിട്ട് അവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വരുന്നത്.